ഹലോ വ്യൂവേഴ്സ്, നമ്മുടെ വീടുകളിൽ വളരെ എളുപ്പം ചെയ്യാൻ സാധിക്കുന്ന ഒരു ഐറ്റമാണ് സോപ്പ്. ഒരു ആയുർവേദ സോപ്പ് നിർമ്മിക്കുന്ന വീഡിയോ ആണ് ഇന്നത്തേത്. ഇതിൻ്റെ പ്രധാന ചേരുവകൾ ഏതെല്ലാം എന്ന് നോക്കാം. ആദ്യം കറ്റാർവാഴ. ഇതിൻ്റെ ജെല്ലെടുത്ത് മാറ്റി വെക്കേണ്ടതാണ്. കറ്റാർവാഴ ചർമ്മത്തിന് പലതരത്തിലുള്ള സൗന്ദര്യ ഗുണങ്ങൾ, അതായത് തിളക്കമുള്ളതും മാർദ്ദവമുള്ളതുമായ ചർമ്മം നമുക്ക് നൽകും. പിന്നെ ഇച്ചിരി തുളസിയില. തുളസിയിലയുടെ ഗുണം എന്തെന്നറിയോ? മൂക്കുരു, പാടുകൾ ഇവയൊന്നും ഇല്ലാതാക്കാൻ തുളസിയില നമ്മെ സഹായിക്കും. പിന്നെ ഇച്ചിരി ആര്യവേപ്പിൻ്റെ ഇല. ആര്യവേപ്പിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കാനും നമ്മുടെ ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റാനും സഹായിക്കും. പിന്നെ ഇച്ചിരി പനിക്കൂർക്കയില. പനിക്കൂർക്കയുടെ ഇല പനിക്ക് മാത്രമല്ല, അതിൻ്റെ സത്ത് പുരട്ടുന്നത് ചൊറിച്ചിൽ, അണുബാധ, ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്കും ഉപകരിക്കും. പിന്നെ വേണ്ടത് സോപ്പ് ബേസ് ആണ്. അത് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് സോപ്പ് ബേസ്. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയും കുറച്ച് എസൻഷ്യൽ ഓയിലും. ഈ എസൻഷ്യൽ ഓയിൽ ജസ്റ്റ് ഒരു മണത്തിനാണ്. കൂടാതെ ഇട്ട് വെക്കാൻ മോൾഡും അതും ആമസോണിൽ വാങ്ങാൻ കിട്ടും. ഇനി ഇല്ലേലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഡപ്പ ഉണ്ടാവുമല്ലോ, അതിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ്. ഇനി ഉണ്ടാക്കുന്ന വിധം. അതിൻ്റെ ഇടയിൽ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഉണ്ടാക്കുന്ന രീതി നോക്കാം. ആദ്യമേ കറ്റാർവാഴ ജെല്ല് മാറ്റിയെടുക്കുക. എന്നിട്ട് ഈ ജെല്ല് മറ്റിലകളും മിക്സിയിലിട്ടടിച്ച് നീര് അരിച്ചെടുക്കാം. ഇതേ സമയം സോപ്പ് ബേസ് കുനുകുന അരിയാം. അരിഞ്ഞിട്ട് ഡബിൾ ബോയിൽ ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു സ്റ്റീൽ പാത്രം വേറൊരു പാത്രം വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് അതിൽ ഈ സോപ്പ് ബേസ് മുറിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് ഉരുകി തുടങ്ങിക്കഴിയുമ്പോൾ അരിച്ചെടുത്ത നീര് കുറേശ്ശെ ഒഴിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ചെറുതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ചൂടായി എന്ന് കാണുമ്പോൾ അതിനെ ഇറക്കി താഴെ വെക്കണം. ചെറിയ മണത്തിനായിട്ട് എസൻഷ്യൽ ഓയിൽ ഒഴിക്കാം. ഇനി ഇതൊഴിച്ചു കഴിഞ്ഞ് ഒന്ന് ഇളക്കി സോപ്പിന്റെ അച്ചിൽ ഒഴിക്കുക. ഇനി സോപ്പിന്റെ അച്ച് ഇല്ലെങ്കിലും മുമ്പ് പറഞ്ഞ പോലെ ചൂട് സഹിക്കുന്ന ഏത് സാധനവും നമുക്ക് മോൾഡാക്കി എടുക്കാം. ഇച്ചിരി എണ്ണ തടവി കൂട്ടൊഴിച്ചാൽ മതി. അനക്കാതെ അതിനെ അവിടെ വെച്ച് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. കുറച്ചു നേരം എന്ന് പറയുമ്പോൾ ഒരു 24 മണിക്കൂർ എടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അതിനെ ഇളക്കിയെടുക്കണം. ഇളക്കി വരാത്തവരെ കത്തി വെച്ച് ജസ്റ്റ് ഒന്ന് സൈഡിൽ തോണ്ടി കൊടുത്താൽ മതി. നമ്മുടെ ഹോം മെയ്ഡ് ആയുർവേദ സോപ്പ് റെഡി. എല്ലാവരും ഒന്ന് പരീക്ഷിക്കണേ. മറ്റൊരു വീഡിയോയുമായി വരും വരെ ബൈ.